ഹായ് ഗായ്സ്. കഴിഞ്ഞു. അടുത്ത വരുന്നുണ്ട്. വേറെ ആരുമല്ല ഗായ്സ്, കാറ്റ്. ഞാൻ കുറച്ച് നേരം കൊണ്ട് വീഡിയോ എടുക്കാൻ നോക്കിയാണ് ഗായ്സ്. അന്നേരം എല്ലാം ഈ കാറ്റ് വരും, അന്നേരം ഓരോ സൗണ്ട്. അപ്പൊ എന്നോട് മത്സരിച്ചാ കാറ്റ്. എന്തൊക്കെയാന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ പോവല്ലേ എല്ലാം കൂടെ. ഭയങ്കര കാറ്റ്. നേരത്തെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇടയ്ക്ക് കാറ്റ് വീശും, പിന്നെ കുറച്ച് നേരത്തേക്ക് വീശില്ല, അങ്ങനെയാണ്. ഇപ്പൊ ഉണ്ട് കണ്ടിന്യൂസ് കാറ്റ്. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേന് കാറ്റ് വീശലോട് വീശത്. തോന്നുന്നു അടുത്ത കാറ്റ് മുമ്പ് പെട്ടെന്ന് പറയാമേ. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ റീന. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബില് 2 ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നേ, മറ്റേ കപ്പ വേവിച്ചതും മീൻ കറിയും. അപ്പോൾ അതിന്റെ ലോങ് വീഡിയോ ആണിത്. അടുത്ത കാറ്റ് വരുന്നുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചായിരിക്കും എന്തിനാ ഇവിടെ കയറിയിരിക്കുന്നത്. ഞാൻ ഇവിടെ ടെറസിലിരിക്കുകയാണ് ഗൈസ്. പക്ഷെ സുഖമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് എഡിറ്റിങ്ങൊക്കെ ചെയ്യാൻ നല്ലൊരു വൈബ് കിട്ടുന്നുണ്ട്. ഈ കാറ്റൊക്കെ നന്നായിട്ട് അടിക്കുന്നുണ്ടേ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയത്തില്ല. കാറ്റിന്റെ ശക്തി കൊണ്ട് അത് രാവിലെ തുന്നി ഇടപാട് തീർന്നിരിക്കുക. ഭയങ്കര ജലദോഷം രാവിലെ. ആ മഴയൊക്കെ അങ്ങോട്ട് മാറി, ആ തണുപ്പിന്റെ അടുത്തൊക്കെ മാറി വെയിലായപ്പോഴത്തേനും എനിക്ക് ജലദോഷം പറഞ്ഞു. അല്ലെങ്കിലും കാലാവസ്ഥ ചേഞ്ച് ആകുമ്പോൾ പെട്ടെന്നൊരു ജലദോഷം വരും, പെട്ടെന്ന് അങ്ങ് മാറുകയും ചെയ്യും കേട്ടോ. കാലാവസ്ഥ ചേഞ്ച് ആയതിനെ അറിയിക്കുന്നുണ്ട്. നല്ല സുഖം. എന്ത് സുഖമാണീ കാറ്റ്. ഇപ്പൊ ഞാൻ മഴയും കൂടെ പെയ്യിപ്പിക്കുമായിരിക്കും മിക്കവാറും. ഇപ്പൊ കാറ്റേ ഉള്ളൂ. അപ്പോൾ എന്താണ്, നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? കാറ്റ് സമ്മതിക്കത്തില്ല. അങ്ങനെ രാവിലെ മുതൽ നോക്കി നിന്ന് ഒരു മീൻകാരൻ വന്നു ഗൈസ്. അല്ലാത്തപ്പോൾ 2-3 മീൻകാർ വന്നുകൊണ്ടിരിക്കുന്നതാ. ഇതിപ്പം കപ്പയും വെപ്പിച്ച് മീൻകറിയും വെക്കണമെന്ന് അതിയായിട്ട് ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കാം മീൻകാരൊന്നും വന്നില്ല. അവസാനം ഈ മീൻകാരൻ്റെ അടുത്ത് ചെന്ന് മീൻ നോക്കിയപ്പം ആകെ ഒരു സൈസ് മീൻ മാത്രമേ ഉള്ളൂ. ആ മീനാണ് ഈ മീൻ. ഇത് ഒരു മത്തിയാണ്. ഇതിന്റെ പേര് അമ്മ എന്നോട് പറഞ്ഞത് കൊക്കോല മത്തി, അങ്ങനെ കണ്ടാണ് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഗൈസ്. ആദ്യമായിട്ടാണ് ഞാൻ വാങ്ങിക്കുകയും ചെയ്യുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. മീൻ വലിയ കുഴപ്പമൊന്നുമില്ല, കറി വെച്ചിട്ട് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളായിരുന്നു, മുടിഞ്ഞ മുള്ള. ഒരു രക്ഷയില്ലാത്ത മുള്ളാണ്. കുഞ്ഞിനൊന്നും കൊടുക്കാനേ പറ്റിയില്ല. ആ വകയിൽ കുറേ മുള്ള് വയറ്റിനകത്ത് പോയിട്ടുണ്ട്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാമ്പിൻ്റെ തൊട്ട് ചീറ്റിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ജലദോഷമാണ് ഗൈസ്. മൂക്കങ്ങ് ഒലിച്ചുകൊണ്ടേയിരിക്കുക. അത് മേളിലോട്ട് വലിച്ചേക്കുന്നതിൻ്റെ സൗണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത്. അന്നേരം മീൻ കഴുകി വൃത്തിയാക്കി അതിൻ്റെ നിന്ന് കുറച്ചെടുത്ത് വറക്കാം എന്ന് വിചാരിച്ച് മാറ്റുകയാണ്. അന്നേരം സ്പൈസസ് ഒക്കെ കുറച്ച് മതി. ഇവിടെ അച്ഛനും മോൾക്കും എരി തീരെ കുറവ് മതി. അതുകൊണ്ട് എരിയൊന്നും അധികം ഒന്നിനും ചേർക്കാറില്ല. മീനെന്നല്ല ഒന്നിനും ഞാൻ അധികം എരി ചേർക്കാറില്ല. തോരനും മെഴുക്കുവരട്ടിയും ഒക്കെ വെക്കുമ്പോൾ പച്ചമുളക് എന്ന് പറയുന്ന സാധനം അയൽവക്കത്ത് പോലും വരാറില്ല, ഞാൻ ഇടത്തില്ല. അന്നേരം മീൻകറി റെഡിയാക്കുകയാണ്. മീൻ ഏകദേശം ആയി കഴിയുമ്പോൾ അതിൽ കുറച്ച് പച്ച തേങ്ങയും കൂടെ നന്നായിട്ട് അരച്ച് ചേർക്കാമെന്ന് വിചാരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. മീൻകറി റെഡിയായി ഒന്ന് കുറുകി വരുന്ന സമയത്ത് തേങ്ങ തിരുമ്മി നമ്മൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചനത്തിൽ ചേർക്കാമെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ അങ്ങനെയാണ് വെക്കുന്നത്. നല്ല രുചിയായിരുന്നു. മീൻ നിറച്ച് മുള്ളായിരുന്നെങ്കിൽ പോലും പക്ഷെ കൂട്ടാൻ രുചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അത് വെച്ച് കഴിഞ്ഞപ്പം കപ്പയും മീനും കൂടെ കൊള്ളായിരുന്നു. ഞാനിവിടെ അമ്മയ്ക്കും അച്ഛനും കൊണ്ട് കൊടുത്തായിരുന്നു കുറച്ചപ്പം. അവരും പറഞ്ഞു രുചിയുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ അങ്ങനെ കറി റെഡിയാക്കുകയാണ്.
അങ്ങനെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഗായ്സ്. ഇനിയും കപ്പ വേവിക്കാൻ പോവുകയാണ്. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ BNലിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് അങ്ങ് വലിയൊരു ബുദ്ധിമുട്ട്, വീഡിയോ നീഡ്സ് ടു ബി കംപ്രസ്ഡ് എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുക. അതെന്താണെന്ന് അറിയാമെങ്കിൽ എനിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ? എഡിറ്റ് ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആണോ അറിയത്തില്ല. അതങ്ങ് ഭയങ്കര ശല്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കയറി അങ്ങ് വരുക. അതെന്താണെന്ന് അറിയത്തില്ല. എന്നിട്ട് യൂട്യൂബിൽ കയറി വീഡിയോ ഒക്കെ കണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ചൊക്കെ ചെയ്തു. പക്ഷെ എന്നിട്ടും അങ്ങനെ അത് ഇടയ്ക്കിടയ്ക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ കയറി വരുന്നു. പിന്നെ അത് പ്രോസസ്സിങ്ങിന് കൊടുത്തിട്ട് അത് റെഡി ആയിട്ട് വരാൻ ഇച്ചിരി സമയം എടുക്കുന്നു. അപ്പം അങ്ങ് സമയം എടുക്കുന്നു. അന്നേരം എനിക്ക് വല്ലാണ്ട് അങ്ങ് ഇറിറ്റേഷൻ ആവുന്നു. അതെന്താണെന്ന് കാണുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ. അപ്പോൾ കപ്പ അരിഞ്ഞ് അടുപ്പേ കയറ്റി അരപ്പൂ ഇട്ട് കറിവേപ്പില ഇട്ടു. വെന്തിട്ടുണ്ട് ഗൈസ്. ഇളക്കുവാ ഇനി അത്. തുടുപ്പെന്നല്ലേ പറയുന്നത്, ഞാൻ ഇവിടെ തുടുപ്പെന്താ പറയുന്നത്. അതിട്ട് ഇളക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ നേരത്തെ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് ചക്കയും കപ്പയൊക്കെ വേവിക്കുമ്പോൾ ഒരു തുടുപ്പ് എടുത്തിട്ട് അങ്ങോട്ട് ഇളക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ ഇളക്കുന്നത്. ഈ താഴോട്ട് ഇരുന്ന് കൈക്കല ഒക്കെ ചവിട്ടി പിടിച്ച് ഇതിനെ ഇളക്കി നന്നായിട്ട് എടുക്കുമായിരുന്നേ. അങ്ങനെ കപ്പ വേവിച്ചു. ഇപ്പം വീണ്ടും മീൻ വറക്കാൻ വെച്ചേക്കുന്നു. മോരുകറി വെച്ചു. ഉച്ചക്കലത്തേക്കുള്ള ഫുഡൊക്കെ ആയിട്ടുണ്ട്. ഇനിയും കഴിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ. സോറി ഗൈസ്, മൈക്ക് ഓഫ് ആയിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണം ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണും വരേക്കും ബൈ.